പിന്നെ അതെ അതെ എടുത്തില്ല പിന്നെ എന്നാ ആ അവിടെ നിൽക്കാം അവരുടെ കൂടെ നിൽക്കാം ഒരു മിനിറ്റ് ഞാൻ പോരാ എവിടെ അവരെ കയറ്റി വിടാൻ വേണ്ട ബാബു വെട്ട വളർന്നു നിൽക്കാം ക്യാമറമാരെല്ലാം വരാൻ പറ 15 പേരും പറയാം ഇങ്ങോട്ട് നിൽക്കാൻ നമ്മുടെ കഴിഞ്ഞ 1.5 ആഴ്ചക്കാലത്ത് ഒരു പരിശ്രമത്തിന്റെ ഫലം നമ്മളിപ്പോൾ ഇവിടെ കണ്ടെത്തി. നമ്മുടെ മുഴുവൻ പാനലിൽപ്പെട്ട 15 അംഗങ്ങളും ഭയങ്കര ഭൂരിപക്ഷത്തിൽ നമുക്ക് വില്ലേജ് സർവീസ് സഹകരണ ബാങ്കിലേക്ക് നമുക്ക് വിജയിപ്പിക്കാൻ സാധിച്ചു. പുതുപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിലെ തെരഞ്ഞെടുപ്പിൽ വൻപിച്ച ഭൂരിപക്ഷം നമുക്ക് വിജയിപ്പിക്കാൻ സാധിച്ചു. പ്രത്യേകിച്ച് വീണ്ടും രാമചാനെ TM തോമസിനെ പ്രസിഡന്റായിട്ടും PM മോഹൻദാസിനെ വൈസ് പ്രസിഡന്റും തിരഞ്ഞെടുത്തു. നല്ല രീതിയിൽ ഈ അടുത്ത 5 വർഷത്തേന് ഇവരുടെ കൈകളിൽ നമ്മുടെ ബാങ്കിൻ്റെ ഭരണം നിലനിൽക്കട്ടെ. അതുപോലെ തന്നെ ഈ ബാങ്കിൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാവർക്കും പ്രയോജനം വരട്ടെ എന്ന് മാത്രം എല്ലാവിധമായ ആശംസകൾ നേർന്നുകൊണ്ട് പുതുതായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ബാങ്ക് ബോർഡ് മെമ്പർമാരെ പുതുപ്പള്ളി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി ഹാരാർപ്പണം ചെയ്തുകൊണ്ട് എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു.
ചേട്ടാ ഇവിടെ ഇവിടെ രണ്ട് കറക്റ്റ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസ പറഞ്ഞുകൊണ്ട് നമ്മുടെ സാറിന്റെ കവറിംഗിലേക്ക് ഇന്നത്തെ നമ്മുടെ ബാങ്കിന് പ്രസിഡന്റ് മറ്റ് തെരഞ്ഞെടുപ്പിന് വേണ്ടി നേതൃത്വം കൊടുത്ത നമ്മുടെ മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ കൺവീനറായ ശ്രീ സാംദേവർത്തി, മറ്റ് നമ്മുടെ പുതിയതായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ ബഹുമാന്യായ പ്രസിഡന്റ്, അതുപോലെ ബോർഡ് അംഗങ്ങളായ ശ്രീ എസ് പി ജോർജ്, എല്ലാവരും പറയണ്ട ഇങ്ങനെ പറഞ്ഞാൽ ശീലം പറഞ്ഞു, ബോർഡ് അംഗങ്ങളെ, മുൻ മണ്ഡലം പ്രസിഡന്റ് ശ്രീ കെ പ്രകാശൻ, പുതിയ ബ്ലോക്ക് സെക്രട്ടറിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ ബിനോയ് അയ്പ്, എല്ലാം പറഞ്ഞാൽ ബഹുമാന്യായ ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങൾ, എല്ലാ നേതാക്കന്മാരും. നമുക്കറിയാം ഇന്ന് നല്ലൊരു കാലാവസ്ഥയിൽ നമ്മുടെ ഒരു പുതിയ ഇലക്ഷൻ നേരിടാൻ സാധിച്ചു. ചില വിഷയങ്ങളൊക്കെ ഉണ്ടായാലും അതൊക്കെ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അതെല്ലാം പരിഗണിച്ച് നമ്മുടെ പ്രസിഡന്റുമായി പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ മണ്ഡലം പ്രസിഡന്റിന്റെ നേതൃത്വത്തോടെ എല്ലാം ഭംഗിയായി നിർവഹിക്കാൻ ബ്ലോക്ക് പ്രസിഡന്റ് ചെയർമാനായി എല്ലാം നമുക്കറിയാം. പക്ഷേ ഇന്ന് നമുക്ക് അഭിമാനം കൊള്ളുന്നത് ഇന്നത്തെ മണ്ഡലം കമ്മിറ്റി, നമ്മുടെ ഈ മണ്ഡലം കമ്മിറ്റിയോട് വളരെ യോജിച്ച് നിന്ന് പുതുപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് നമ്മുടെ പ്രസിഡന്റ് ശ്രീ TM തോമസിന്റെ നേതൃത്വത്തിൽ എല്ലാ കാര്യങ്ങളിലും പങ്കെടുത്തുകൊണ്ട് നമ്മുടെ ബോർഡംഗങ്ങൾ നേതൃത്വത്തിൽ വരും. പക്ഷേ അതിനെല്ലാം നമ്മുടെ MLAയുടെ ഏത് കാര്യത്തിനും നമ്മൾ മുന്നോട്ട് പോകും. അതുകൊണ്ട് MLAയ്ക്കും എല്ലാം നന്ദി അറിയിക്കുന്നു, മണ്ഡലം പ്രസിഡന്റിന് നന്ദി അറിയിക്കുന്നു, അതോടെ കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റിന് നന്ദി അറിയിക്കുന്നു. എല്ലാ കോൺഗ്രസ് അംഗങ്ങൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് വളരെ ബഹുമാനായ മണ്ഡലം പ്രസിഡന്റ് ബ്ലോക്ക് പ്രസിഡന്റ് ഇല്ല, വളരെ ബഹുമാനായ മണ്ഡലം പ്രസിഡന്റ് ബ്ലോക്ക് പ്രസിഡന്റ് ഇല്ല, അങ്ങനെ അഭാവത്തിലും അങ്ങനെ ഓർക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയുടെ പഞ്ചായത്ത് മെമ്പർമാരൊക്കെ ഉണ്ട്, അവരുടെ എല്ലാവരുടെയും സഹകരണം കൊണ്ട് പുതുപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിന്റെ ഈ ഇലക്ഷൻ നല്ല ഭൂരിപക്ഷത്തിൽ നമുക്ക് ജയിക്കാൻ പറ്റി. അത് ഒന്നിച്ചുള്ള പ്രവർത്തനം, കൂട്ടായ പ്രവർത്തനം, സഹകരണം ആയിട്ട് ഒന്നിച്ചു പോയതുകൊണ്ടാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, കോൺഗ്രസ് പാർട്ടിക്ക് ഒരിക്കലും അല്ലെങ്കിൽ പുതുപ്പള്ളിക്ക് ഒരിക്കലും അപമാനമായി ഈ ബാങ്ക് വരികയില്ല. അത് തീർച്ചയാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ MLA പൂർണ്ണമായിട്ടും ഇത് നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകുവാൻ എന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ പ്രത്യേക നന്ദി പറയുന്നു. അദ്ദേഹത്തോട് നന്ദി പറയുന്നതിനോടൊപ്പം തന്നെ എൻ്റെ ഈ സ്ഥാനാർത്ഥി നിർണയത്തിന് എൻ്റെ ഗുരുവായിരുന്ന പുതുപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിൽ 90 ഞാൻ തുടങ്ങിയതാണ്. അന്ന് ആ 90 ഇലക്ഷൻ ഒഴിച്ച് ബാക്കി നടന്ന മുഴുവൻ ഇലക്ഷൻ്റെയും സ്ഥാനാർത്ഥി നിർണയത്തിന് വേണ്ടി മുഴുവനായിട്ടും എന്നെ ചുമതലപ്പെടുത്തി എന്നെ വിശ്വസിച്ച് കാര്യങ്ങൾ ഏൽപ്പിച്ചു തന്നിരുന്ന വളരെ ബഹുമാന്യനായ എൻ്റെ സഹപാഠിയുമായ നമ്മുടെ മുൻ മുഖ്യമന്ത്രിയും 53 വർഷം പുതുപ്പള്ളിയുടെ MLA ആയിരുന്ന ബഹുമാന്യനായ ഉമ്മൻചാണ്ടിയെ സ്മരിച്ചുകൊണ്ട് അദ്ദേഹം ഏത് ഇലക്ഷൻ വരുമ്പോഴും പൂർണ്ണമായിട്ടും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും പൂർണ്ണമായിട്ടും എന്നോട് പറയും, താൻ ഏറ്റാ മതി നടത്തിക്കോ. എന്താ പറയുന്നത്, അങ്ങേര് തരുന്ന ആ ഒരു ഊർജം ഇന്നും പുതുപ്പള്ളിയിലെ നമുക്കെല്ലാവർക്കും ഉണ്ട്. ആ ഊർജമാണ് ഈ ഇലക്ഷനും നടത്തിയത്. പുണ്യാളത്തിൻ്റെയും സർവശക്തനായ ഈശ്വരൻ്റെ അനുഗ്രഹവും നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു, സ്നേഹം അറിയിക്കുന്നു. എന്നും എൻ്റെ രീതിക്ക് ചെയ്യാവുന്ന എല്ലാ സപ്പോർട്ടും നിങ്ങളോടൊപ്പം ഞാനുണ്ടാവും. ഈ ബോർഡുണ്ടാവും. ഓക്കെ. ഭാരത്
ഒന്നിച്ചൊന്നായി വിടരുമ്പോൾ ആവേശത്താൽ ഞങ്ങൾ വിളിക്കും നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ് നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ് അഭിവാദ്യങ്ങൾ അപ്പച്ചായന് അഭിവാദ്യങ്ങൾ ആയിരം അഭിവാദ്യങ്ങൾ അങ്ങ് തെളിച്ചൊരു ദീപശിഖ താഴുകില്ല തോഴ്ത്തുകില്ല അവിടെ ഒരു മാല ഇവിടെ കത്തിച്ചിട്ട് തിരിയാണ് അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് കൂടും അത് ഒരാളാരാ എത്തിക്കാൻ പാ അതിലൊരു തർക്കം ആൾക്കാരെ കത്തിക്കോളൂ അവിടെ അങ്ങോട്ട് കൊടുത്തു കത്തിച്ചു ഞാൻ മാലയുടെ മാലയെ കൂടെ വൈസ് പ്രസിഡന്റ് ജനിക്കുന്നുണ്ട് ഇനി നമുക്കിനി ഒരു ആഘോഷം ഒന്നും വേണ്ട, ശരിയല്ല. നമ്മളെ ഈശ്വരൻ അനുഗ്രഹിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല, എല്ലാം ഇതുവരെയും ചെയ്തെത്തിച്ചു. എല്ലാവരും വീട്ടിൽ പോവാം. നാളെ ബാങ്കിൽ എല്ലാ മോഡലും 11 മണിയാകുമ്പോൾ നാളെ തിങ്കളാഴ്ച. എന്നാലും നമുക്കൊരു 10:30 10:30 എല്ലാ ബോർഡുമാരും ബാങ്കിൽ മീറ്റിംഗ് കൂടി ബാക്കി നടപടികളുണ്ട്. എഴുത്ത് എല്ലാം പിന്നെ ബാക്കി കാര്യങ്ങൾ ബോർഡിൽ ചെന്ന് തീരുമാനിക്കും. പ്രിയമുള്ളവരെ, ചരിത്ര ഭൂരിപക്ഷത്തിൽ പുതുപ്പള്ളിയിലെ ഇന്ന് വരെ വില്ലേജ് ബാങ്ക് നേടിയല്ലേ, വില്ലേജ് ബാങ്ക് നേടിയിട്ടുള്ളതിൽ ഏറ്റവും നല്ല ഒരു ഭൂരിപക്ഷത്തിൽ വിജയിച്ച സർവീസ് ബാങ്കിൽ വിജയിച്ച എല്ലാവരെയും പഞ്ചായത്ത് പാർലമെന്റ് പാർട്ടിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾ പഞ്ചായത്തിൻ്റെ നാളുകളിലെ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾ കരുത്താകട്ടെ. നിങ്ങൾക്ക് എല്ലാവിധ
വിജയാശംസകൾ നേർന്നുകൊണ്ട് അവസാനിച്ചു.